പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ മുൻഗണന. രാഹുലിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ 18ാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി എത്തിയേക്കില്ല എന്നതാണ് പുതിയ വാർത്ത. കോൺഗ്രസ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമെന്നായിരുന്നു നേരത്തെ വന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ ഉത്തരവാദിത്തങ്ങളൊന്നും രാഹുൽ ഏറ്റെടുക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഒരു പദവിയും ഏറ്റെടുക്കാൻ രാഹുൽ ആഗ്രഹിക്കുന്നില്ലെന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകരം 3 സീനിയർ നേതാക്കളെയാണ് പാർലമെന്റിൽ ആ പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. കുമാരി സൽജ, ഗൗരവ് ഗൊഗോയ്, മനീഷ് തിവാരി തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന. അതേസമയം രാഹുലിന്റെ പിന്മാറ്റം തീർത്തും അപ്രതീക്ഷിതമാണ്. ഒരു ദശാബ്ദത്തിന് ശേഷമാണ് പ്രതിപക്ഷത്തിന് ലോക്സഭയിൽ നേതാവുണ്ടാകാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവിന് പകരം സഭാ നേതാവ് മാത്രമായിരുന്നു 10 വർഷക്കാലം കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ സീറ്റുകൾ ഏകദേശം ഇരട്ടിയുടെ അടുത്താണ് വർദ്ധിപ്പിച്ചത്. ഇന്ത്യ സഖ്യം ആകെ നേടിയ 232 സീറ്റിൽ 99 എണ്ണം കോൺഗ്രസിന്റേതാണ്. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ പാർട്ടിയും കോൺഗ്രസ് ആണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ അവർ തന്നെ തീരുമാനിക്കും. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയടക്കം നടത്തിയാണ് കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കിയത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത കൽപ്പിച്ചിരുന്നത് രാഹുലിനായിരുന്നു. 2019 വെറും 52 സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത്. ഇത്തവണ രാഹുലിന്റെ നേതൃത്വമാണ് കോൺഗ്രസിനെ മെച്ചപ്പെട്ട പ്രകടനത്തിന് സഹായിച്ചത്. പാർലമെന്റിൽ കൂടുതൽ ഉത്തരവാദിത്തം രാഹുൽ ഏറ്റെടുക്കുന്നതിന്റെ സൂചനയാണിതെന്ന് പലരും അവകാശപ്പെട്ടിരുന്നു. നിരവധി നേതാക്കളാണ് രാഹുലിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. ഈ പദവി ഏറ്റെടുക്കണമെന്നായിരുന്നു പല കോണുകളിൽ നിന്നും ഉയർന്ന ആവശ്യം. ഒരുപാട് നേട്ടങ്ങൾ ഇതുകൊണ്ട് രാഹുലിനുണ്ടാവുമായിരുന്നു. ക്യാബിനറ്റ് റാങ്ക് രാഹുലിന് ലഭിക്കുമായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ കൂടുതൽ സഹകരണം കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങളെയും ഏകോപിപ്പിക്കാനും രാഹുലിന് സാധിക്കുമായിരുന്നു. ഇതോടെ പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിനുള്ള കരുത്തും വർദ്ധിപ്പിക്കുമായിരുന്നു. അതേസമയം രാഹുൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നടക്കം നേരത്തെ രാജിവെച്ചതാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന പദവി അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയിലെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം ഒരു പദവിയും അദ്ദേഹം ഏറ്റെടുത്തിട്ടുമില്ല. നേരത്തെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു രാഹുൽ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചത്. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചില്ലെങ്കിൽ ഭരണപക്ഷം അത് ആയുധമാക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ അതിനൊരവസരം കൊടുക്കാതെ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷം. അതേസമയം ഇതിനിടയിൽ വയനാട് മണ്ഡലം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞുകൊടുത്തിരുന്നു. റായ്ബറേലിയാണ് അദ്ദേഹം നിലനിർത്തിയത്. പകരം നടക്കുന്ന വയനാട്ടിലെ ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. വലിയ അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് പ്രിയങ്ക മത്സരിക്കാൻ തീരുമാനിച്ചത്. വയനാട്ടിലെ ജനങ്ങൾ രാഹുലിനെ സ്വീകരിച്ചതിനാൽ അവരെ നിരാശരാക്കാൻ ഗാന്ധി കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക വയനാട്ടിൽ നിന്ന് മത്സരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിൽ 2 സുപ്രധാന പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് നടത്തിയിരുന്നു.